കേസിൽ യൂട്യൂബർ തൊപ്പി ഒളിവിൽ. മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട 3 പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. വിവരങ്ങൾ ശ്യാം ദേവരാജ് നൽകും. ശ്യാം, ഏറെ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി. എന്തായാലും തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു. ഇതിലിപ്പോൾ മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ കേസ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഈ തൊപ്പീനെ അറിയാത്ത കുട്ടികൾ തീരെ കുറവാണ്. മെയിനായിട്ട് ചെറിയ കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് തൊപ്പീൻ്റെ ഫാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തൊപ്പി ഇപ്പോൾ ഒരു പുതിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. രാസലഹരി കേസ്, അതായത് MDMA സ്വന്തം വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ് കേസ്. ഇതിൽ തൊപ്പി ഇത് ഉപയോഗിച്ചെന്നോ അല്ലെങ്കിൽ തൊപ്പി ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതൊന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല. തൊപ്പിൻ്റെ വീട്ടിൽ നിന്നും 8 പേരുണ്ടായിരുന്നു. അതിൽ 3 പേരുടെ പേരിൽ FIR ഇട്ടിട്ടുണ്ട്. അപ്പോൾ തൊപ്പി അടക്കം ഇതിൻ്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തൊപ്പിയും ബാക്കിയുള്ളവരും ഇപ്പോൾ ഒളിവിലാണുള്ളത്. കേസിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത്. കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത്. തുടർന്ന് രാസലഹരി പിടികൂടിയത്. ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ളതാണ് ഈ രാസലഹരി. തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാബറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഇത് ആദ്യം പാലാരിവട്ടം പോലീസ് കേസെടുത്തത് 3 പേരെയാണ് പ്രതി ചേർത്താണ് കേസെടുത്തത്. മുഹസിബ്, സുഹൈൽ, ജാബിർ, ഇവർ 3 പേരും തൊപ്പി എന്ന നിഹാദിന്റെ സുഹൃത്തുക്കളാണ്. മൊത്തം ആകെ ഈ കേസിൽ 8 പേരാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ഇതിൽ 5 തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെ മറ്റ് 4 പേരാണ്, മൊത്തം 4 പേരാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഇന്നാണ് ജാമ്യാപേക്ഷ നൽകിയത്. ജാമ്യാപേക്ഷ നാളെ ഈ കോടതി, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യും. നിഹാദിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് രാസലഹരി പിടികൂടി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NDPS നിയമത്തിന്റെ 22B വകുപ്പ് അനുസരിച്ചാണ് പാലാരിവട്ടം പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലൊക്കെ മുൻകൂർ ജാമ്യം കിട്ടുമെന്നുള്ളത് ഡൗട്ടാണ്. എന്തായാലും തൊപ്പീൻ്റെ വീട്ടിൽ നിന്നും ഇത് കണ്ടെത്തിയത് കൊണ്ട് തന്നെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചാൽ പോലും ഇത് കിട്ടുമെന്നുള്ളത് ഡൗട്ടാണ്. കാരണം ഇതൊരു ജാമ്യമില്ല കേസാണ്. പക്ഷേ നമ്മൾക്ക് ഇതിന് മുമ്പ് ഒരുപാട് കേസുകൾ ഇതുപോലെ വന്നിട്ടുണ്ട്. നമ്മുടെ ഷൈൻ ടോം ചാക്കോ കയ്യിൽ നിന്ന് പിടിച്ചിട്ട് വരെ നൈസായിട്ട് ഊരി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസൊന്നും വലിയൊരു സംഭവമല്ല. പക്ഷേ ഇദ്ദേഹത്തിന്, അതായത് തൊപ്പീനെ റോൾ മോഡലായിട്ട് കൊണ്ട് നടക്കുന്ന കുറേ പേര് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. അതായത് ചെറിയ കുട്ടികളാണ് എൻ്റെ തൊപ്പി 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 എന്നും പറഞ്ഞിട്ട് തൊപ്പിക്ക് വേണ്ടി തെറി പറയാൻ വേണ്ടി വരുന്നത്. അതായത് തൊപ്പിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തെറി പറയാൻ വേണ്ടി വരുന്ന ഒരുപാട് ടീമുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതൊന്ന് കണ്ടുവെക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവരുടെ റിയൽ ലൈഫും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഈ കേസിൽ തൊപ്പി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് ഇതുവരെ കൺഫേം ആയിട്ടില്ല. കാരണം തൊപ്പി ഇതേപോലെ ഫേമസ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് കൂടെ കമ്പനി കൂടാനുണ്ടാവും. തൊപ്പി ഇതിന് മുമ്പ് വീട്ടിലിരുന്നു കൊണ്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു. കാരണം ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരുന്നിട്ടായിരുന്നു ഇത്രയും നാളും തൊപ്പി വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് ഫേമലായി, കുറേ ഫാൻസെല്ലാം ആയി കഴിയുമ്പോഴത്തേക്കും എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വരുന്നതെന്നുള്ളത് ഒരു പിടുത്തമില്ല. അതാണ്, നിങ്ങളിപ്പോൾ വെറുതെ ഒന്നും അല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഒരാളും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെയോ ആളുകൾ വന്ന് നമ്മുടെ കൂടെ നിൽക്കും. എന്നിട്ട് കൂടെ നിന്ന് ഇങ്ങനെ ഓതിത്തരും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് ചെവി കടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ കൂടെ നിന്ന് ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് പലതിലേക്കും നമ്മളെ പ്രലോഭിപ്പിക്കും. അങ്ങനെ തൊപ്പി എറണാകുളത്തേക്ക് മാറുകയും അവിടെ ഫ്ലാറ്റ് എടുക്കുകയും അതിനുശേഷം കമ്പനിക്കാർ വീട്ടിലേക്ക് വരികയും പരിപാടിയൊക്കെ ആയിരിക്കും. അങ്ങനെ തൊപ്പി ഫേമസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും തൊപ്പിൻ്റെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരിൽ പലരും പല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഇതേപോലെ വീടെടുത്തിരിക്കുന്ന സമയത്ത് അവർക്ക് അവിടെ പോയിട്ട് എൻജോയ് ചെയ്യാനും അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവരുടേതായിട്ടുള്ള കലാപരിപാടികൾ ചെയ്യാനൊക്കെ ആയിരിക്കും. അങ്ങനെ അവസാനം പെടുന്നത് ആരാന്ന്? ഈ പറയുന്ന ഫേമസ് ആയിട്ടുള്ള ആളാരാണോ. ഇപ്പോൾ തൊപ്പിയാണെങ്കിൽ തൊപ്പി പെട്ടു. എങ്ങനെയാണ് തൊപ്പി പെട്ടത്? ബാക്കിയുള്ളവരാണ് ഉപയോഗിച്ചതെങ്കിലും പേര് വരുന്നത് ആരുടെയാണ്? തൊപ്പീൻ്റെയാണ്. അപ്പോൾ തൊപ്പി ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഏതായാലും പോലീസുകാർ കണ്ടുപിടിക്കട്ടെ. എന്തായാലും തൊപ്പി കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്തൊക്കെയോ മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് തൊപ്പി എന്ന് പറയുന്ന ക്യാരക്ടറെ ഞാൻ ഒഴിവാക്കിയാണ്, എനിക്ക് ഇനി മനുഷ്യനായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈവിൻ്റെ ചെറിയൊരു പാർട്ട് നമുക്കിപ്പം ഒന്ന് കണ്ടുനോക്കാം. ഡെയിലി വരാണ്. ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ കടന്ന് ഉരുളയാണ്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല, എണീക്കാൻ കഴിയുന്നില്ല. അപ്ഡപ്പ് ലൈഫാണ്. ആ ലൈവ് വരാത്ത വെറുതെ എൻ്റെ ഈ
എന്റെ ഡിപ്രഷൻ നിങ്ങളെ കാണിച്ചിട്ട് എന്താ കാര്യം? മനസ്സിലാവും. എപ്പോ തന്നെ അല്ലേ, എപ്പോ കഞ്ചാവ് അടിച്ചിട്ട് ആരാ പറയുന്നത്? നായിന്റെ ഞാൻ ഒരു കാര്യം പറഞ്ഞ, ഞാൻ കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. ഞാൻ ഈ ക്യാരക്ടർ അവസാനിപ്പിക്കാം. സ്വന്തം ഫാമിലി മുന്നിൽ ഡോറടച്ചിട്ട് എൻ്റെ മുഖത്തിന്റെ മുന്നിൽ ഡോറടക്കിയത്. പിന്നെ എന്തിനാണ് ഈ എന്തുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്, എത്ര പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്, എന്ത് ഫെയിം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടും എന്താ കാര്യമാടാ? ഇതല്ലടാ സമയമായി. അപ്പോൾ ഇതിൽ തൊപ്പി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തൊപ്പിക്ക് തൊപ്പിയായിട്ട് ജീവിക്കാൻ മടുത്തു. അതായത് വീട്ടിൽ പോലും ഒരു വിലയില്ലാത്ത, അംഗീകരിക്കാതെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു ഫെയിമും കാര്യങ്ങളൊക്കെ കൊണ്ട് നടന്നിട്ട് എന്താണ് കാര്യം എന്നുള്ളത് തൊപ്പി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ ഇട്ടതിന് ശേഷം തൊപ്പിനെ ആരും കണ്ടിട്ടില്ല. അതായത് വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല, ലൈവിലൊന്നും കണ്ടിട്ടില്ല. പിന്നെ അവസാനം ഇപ്പോൾ കാണുന്നത് ഈ ഒരു വാർത്തയിലാണ്. അപ്പോൾ ഈ ഒരു വാർത്തേൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് എന്തായാലും അപ്ഡേറ്റ്സ് വരാൻ കിടക്കുന്നേ ഉള്ളൂ. തൊപ്പി ഈ പറയുന്ന മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും തൊപ്പി ചെയ്ത ഒരു തെറ്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ കാണുന്നവരെല്ലാം വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും കണ്ണടച്ച് വിട്ടത് തന്നെയാണ് തൊപ്പി ചെയ്തൊരു തെറ്റ്. അപ്പോൾ ഇത് തൊപ്പീൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ചിലപ്പം ഇപ്പോൾ കുറേ സീക്രട്ടായിട്ടുള്ള കുറച്ച് ഏജൻറ്റുമാരൊക്കെ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ കേസിൽ തൊപ്പിയുടെ വീട്ടിൽ നിന്നും ആളുകളെ പൊക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ തൊപ്പിയുടെ വീട്ടിൽ നിന്ന് ഈ സാധനം പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ തൊപ്പിക്കും പങ്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം വീട്ടിൽ ആരെങ്കിലും വന്ന് ഉപയോഗിച്ച് പോയാലും അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ആ വീടിൻ്റെ ഉടമസ്ഥൻ തന്നെ ആയിരിക്കും. ഇപ്പം എൻ്റെ വീട്ടിലിപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ച് വരുത്തിയിട്ട് ഇപ്പം ഇതേപോലെ സാധനങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദി, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദി എന്ന് പറയുന്നത് ഞാൻ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ അറിയാണ്ട് എൻ്റെ കൂട്ടുകാർ വരില്ല, കൂട്ടുകാർ വന്നിട്ട് എന്ത് വൃത്തികൾ എൻ്റെ വീട്ടിൽ നിന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളൊരു ഉത്തരവാദി എന്ന് പറയുന്നത് ഈ പറയുന്നത് ഞാൻ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ തൊപ്പിക്ക് ഈ കേസിൽ നിന്നും എങ്ങനെയും ഊരിപ്പോരാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. എന്തായാലും കേസാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഇന്നറിയാം. എന്തായാലും മുൻകൂർ ജാമ്യം കിട്ടട്ടെ. പുള്ളിക്കാരൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പുള്ളിക്കാരന് ജാമ്യം കിട്ടട്ടെ. അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഊരി പോകാനും പാടില്ല. കാരണം ഈ ഇങ്ങനത്തെ കേസെല്ലാം സാധാരണ എല്ലാവരും ഊരി പോകൽ തന്നെയാണ്. കാരണം ഷൈൻ ടോം ചാക്കോൻ്റെ ഒരു ഉദാഹരണം തന്നെ കാണാം. ഫേമസ് ആയിട്ടുള്ളവരൊക്കെ നൈസായിട്ട് ഊരി പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തിനേറെ പറയുന്നു, സോഷ്യൽ മീഡിയയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിക്കി തഗ് വരെ ഇതേപോലെ മയക്കുമരുന്ന് കേസിൽ എന്തെല്ലോ പ്രശ്നങ്ങളായിട്ട് ഇപ്പോൾ കൂളായിട്ട് പുറത്തുകൂടെ നടക്കുന്നില്ലേ? കേസ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഇവർക്കിതൊന്നും ഒരു വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല. പക്ഷേ തെറ്റ് ചെയ്യാതെ അകത്ത് പോകാൻ പാടില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഒന്നും അല്ലാതിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ആരും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പോഴത്തേനും പല സ്ഥലത്തുനിന്ന് വരുന്നവരെ ഒരിക്കലും കൂടെ കൂട്ടാൻ കൊള്ളാവുന്നതല്ല. ഇത് തന്നെ ഇതിപ്പോൾ ആരോ ഒറ്റ കൊടുത്തു എന്നാണ് പറയുന്നത്. പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് തൊപ്പി തന്നെ വന്നിട്ട് പറയുകയുണ്ടായി, ഇനി തൊപ്പിയായിട്ട് ജീവിക്കാൻ പറ്റില്ല, നൈസായിട്ട് ഇനിയിപ്പം എല്ലാം വിട്ടിട്ട് നൈസായിട്ട് നല്ലവനായിട്ട് ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചിലപ്പം ഈ കൂടെ നടന്നിരുന്നവർക്ക് ഈ പറയുന്ന തൊപ്പിയുടെ മാറ്റം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഇവനെന്താ ഇങ്ങനെ പെട്ടെന്ന് മാറുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് നൈസായിട്ട് ഇവനിട്ട് ഒരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ തന്നെ ആയിരിക്കും ഇതേപോലെ പണി കൊടുത്തിട്ടുണ്ടാവുക. അതും ചിലപ്പോൾ തൊപ്പി ഇത് ഉപയോഗിക്കാണ്ട് തന്നെ വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും, വീട്ടിൽ ഇതേപോലെ സാധനമുണ്ട് സാറേ എന്നും പറഞ്ഞ് വേണമെങ്കിൽ പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്തായാലും തൊപ്പി സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരുന്നത് നല്ല മെസ്സേജൊന്നും അല്ലായിരുന്നു. ഓക്കെ, ഏതായാലും ലാസ്റ്റ് വീഡിയോയിൽ വന്നിട്ട് പുള്ളിക്കാരനെല്ലാം നിർത്തുകയാണ്, നൈസായിട്ട് നന്നാവുകയാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ചിലപ്പം ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടാവാം. കൂടെ നിന്നിരുന്നവർ തന്നെ പുള്ളിക്കാരനിട്ട് ഇപ്പം പണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും സംഭവം. കാരണം ഇപ്പം നമ്മുടെ ഈ അധോലോകത്തിൻ്റെ കഥയെല്ലാം നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടില്ലേ? അതായത് ഇതിലേക്ക് വന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്നവർ തന്നെ പണി തരും. അതേപോലെ തന്നെ ആയിരിക്കും ചിലപ്പം സ്ഥിരമായിട്ടൊരു താവളം കിട്ടിക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ തൊപ്പി നന്നായി കഴിയുമ്പം ഈ വീടെല്ലാം വിട്ടിട്ട് ചിലപ്പോൾ നാട്ടിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചിലപ്പം കൂട്ടുകാരായിട്ടുള്ള ഏതെങ്കിലും നല്ല ഫ്രണ്ട് നൈസായിട്ട് ഒറ്റ ചെയ്ത് ആവാം. എന്തായാലും തൊപ്പിയുടെ വീട്ടിൽ നിന്ന് സാധനം പിടിച്ച സ്ഥിതിക്ക് തൊപ്പിക്ക് ഇതിൽ പങ്കില്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റൂല. ഇനിയിപ്പം സ്കൂളിൽ പോയിട്ടുള്ള പിള്ളേർ വന്നിട്ട് എന്നെ തെറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും നിങ്ങളുടെ അണ്ണൻ ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഈ ഒരു കേസിൽ ചെറുതായിട്ട് പെട്ടിട്ടുണ്ട്. അപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ കിട്ടുമായിരിക്കും. സോഷ്യൽ മീഡിയയിലെ ആളുകളെ ആരാധിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ആരാധിക്കുമ്പം അവരെന്തിനാണ് നമ്മൾ അവരെ ആരാധിക്കേണ്ടത് എന്നും കൂടി നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതാണ്. അവരെന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സീക്രട്ടായിട്ടുള്ള കുറച്ച് പേരുണ്ട്. അവരെ പോലെ നിങ്ങളും ആവാതിരിക്കുക. കാരണം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയുക, തെറ്റല്ലെങ്കിൽ ഓക്കെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഈ ഒരു കേസിൽ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും നമുക്ക് കൺഫേം ആക്കാൻ വേണ്ടി ആയിട്ടില്ല. എന്തായാലും വീട്ടിൽ നിന്ന് പൊക്കിയിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനും പറ്റില്ല. പിന്നെ കൂട്ടുകാർ പണി കൊടുത്തതാണെങ്കിൽ അതും നമുക്ക്
ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഏതായാലും പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഇതൊരാഴ്ച മുമ്പായിട്ട് പിടിച്ചൊരു സംഭവമാണ്, ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷേ നമ്മുടെ മീഡിയയിലെല്ലാം ഈ പറയുന്ന ബാക്കി പിടിച്ചോണ്ട് പോയവരുടെ ആരുടെയും ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. അതായത് പേരുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഫോട്ടോസ് ഒന്നും കൊടുത്തിട്ടില്ല. ആകെ തൊപ്പി ഫേമസ് ആയതുകൊണ്ട് തൊപ്പീൻ്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം നമുക്കാണെങ്കിലും ഈ ഒരു വീഡിയോൻ്റെ തംബ്നെയിൽ ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും തൊപ്പീൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ബാക്കിയുള്ള പ്രതികളുടെ ഫോട്ടോ ഇല്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ ആ ഒരു ഡീറ്റെയിൽസ് മാത്രമേ ചാനലുകാർ കൊടുക്കുകയുള്ളൂ. എന്തോ 3 പെൺകുട്ടികളുണ്ടെന്ന് പറയുന്നത്, പെൺകുട്ടികളുടെ ഫോട്ടോ വരുമോ? ഇല്ല. ഈ പറയുന്ന ആൺകുട്ടികളായിട്ടുള്ള ബാക്കിയുള്ളവരുടെ ഫോട്ടോയും ഡീറ്റെയിൽസും മാത്രമേ വരുള്ളൂ. അതും നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. തൊപ്പി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊപ്പിക്ക് കറക്റ്റായിട്ടുള്ള ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം. ഇനിയിപ്പോൾ ആരും അതിനെ ന്യായീകരിച്ചുകൊണ്ട് വന്നിട്ടും യാതൊരു കാര്യമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അറിയാം, ഇതിൽ ഈ പറയുന്ന സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പം ആളുകൾ വന്നിട്ട് ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന് തെറി പറയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, ഇതിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചിട്ട് തെറി പറയുക. ഓക്കെ.